പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. രാഹുൽ ഈശ്വറിന് ബലാത്സംഗ കേസിൽ അതിജീവിതയെ അപമാനിച്ച ആ കേസുണ്ട്. അതിൽ ജാമ്യത്തിൽ പുറത്താണ് രാഹുൽ ഈശ്വർ. വീണ്ടും അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം അഡീഷണൽ CGM കോടതിയുടേതാണ് നോട്ടീസ്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു. അപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാകേണ്ടി വരും. ചിലപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ടേക്കാം. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നാണ് കോടതി നൽകിയ നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സാധ്യത കൂടുതൽ ജാമ്യം നിഷേധിക്കപ്പെടാനാണ്. നിലവിൽ 19-ന് തിരുവനന്തപുരം അഡീഷണൽ CGM കോടതിയിൽ ഹാജരാകാനാണ്. അതായത് കോടതിയിൽ എന്ന് പറയുമ്പോൾ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാൻ എന്നുള്ളത് നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരുന്നത്. അതായത് ഒന്നുകിൽ നേരിട്ട് ഹാജരാകാം, അല്ലെങ്കിൽ അഭിഭാഷകൻ വഴി ഹാജരാകാം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാം. എന്തുകൊണ്ട് ഈ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ളതായിരിക്കും കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. 19-ാം തീയതി ഹാജരാകാനാണ് നോട്ടീസിൽ പറയുന്നത്. തിരുവനന്തപുരം അഡീഷണൽ CGM കോടതിയാണ് ഇപ്പോൾ ആ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകേണ്ടി വരും. കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. ശേഷം കോടതി തീരുമാനിക്കും ആ ജാമ്യവ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ജാമ്യം ഇനിയും തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്.